Hello everyone. നമ്മളിന്ന് ട്രാൻസിയൻറ്റ് കറണ്ട്സ് എന്ന് പറയുന്ന സെഷനിലെ ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കാണുന്നത്. ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിലൂടെ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ചാർജ് എങ്ങനെയാണ് മെഷർ ചെയ്യുക, ടൈം കോൺസ്റ്റൻറ്റ് എന്താണ് ഡിഫൈൻ ചെയ്യുക, തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഗ്രോത്ത് ഓഫ് കറണ്ട് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ LR സർക്യൂട്ട്, ഒരു ഇൻഡക്റ്റീവ് റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, ഡീകേ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരു കപ്പാസിറ്ററും റെസിസ്റ്റൻസും വരുന്ന സർക്യൂട്ടിൽ എങ്ങനെയാണ് ചാർജ്, ഗ്രോത്ത് ഓഫ് ചാർജ് എങ്ങനെയാണ്, ഡീകേ ഓഫ് ചാർജ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത സെഷനിലൊക്കെ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഗ്രോത്ത് ഓഫ് ചാർജ് ഓർ ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ എ റെസിസ്റ്റർ. നമ്മുടെ സർക്യൂട്ട് നമ്മൾ പറഞ്ഞ നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ ഇത് കൊണ്ട് തന്നെ കാണാം, ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ എ റെസിസ്റ്റർ. അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്നുള്ളത് എന്താണ്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ജനറലി ബ്ലോക്സ് DC അല്ലെ, AC-നെയാണ് കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യാറ്. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്ന ഒരു DC വോൾട്ടേജ് സോഴ്സാണ്. അപ്പോൾ കപ്പാസിറ്റർ DC-നെ ബ്ലോക്ക് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മളൊരു DC EMF, DC വോൾട്ടേജ് നമ്മൾ ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിന് അക്രോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഈ ചാർജിങ് നടക്കുന്നത്, കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ചാർജിങ് നടക്കുന്നത് ഗ്രാജുവലായിട്ടാണ്, നോട്ട് ഇൻസ്റ്റൻറ്റേനിയസ്ലി. നമ്മൾ പറഞ്ഞു ഗ്രാജുവലായിട്ട് വരുന്ന കണ്ടീഷനാണ് ട്രാൻസിയൻറ്റ് എന്നുള്ള വേർഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് എത്തുന്നതിന് മുമ്പുള്ള കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ ചാർജിങ് നടക്കുന്നത് ഗ്രാജുവലായിട്ടാണ്, ബട്ട് നോട്ട് ഇൻസ്റ്റൻറ്റേനിയസ്. ഓക്കെ, നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയാണ്. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ചെറിയൊരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. ഇതാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന കപ്പാസിറ്റർ. ഇവിടെ R എന്ന് പറയുന്നതാണ് നമ്മുടെ റെസിസ്റ്റർ. ഒരു DC വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹിയർ K ഈസ് ദ കീ, P ഈസ് നോൺ ആസ് ദ ചാർജിങ് ടെർമിനൽ ആൻഡ് M ഈസ് നോൺ ആസ് ദി ഡിസ്ചാർജിങ് ടെർമിനൽ. ഓക്കെ, അപ്പോൾ E എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത് ത്രൂ എ റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ദാറ്റ് മീൻസ് ദ കീ K ഈസ് കണക്റ്റഡ് വിത്ത് ദ ചാർജിങ് ടെർമിനൽ P. ഇപ്പോൾ നമ്മൾ Pയും Kയും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലേ. Then the capacitor starts to get charged. This charging is not instantaneous but gradually. Okay, suppose കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് Q be the charge on the capacitor. കപ്പാസിറ്ററിലുള്ള ചാർജ് Q ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ what is the potential across the capacitor? Potential difference across the capacitor will be Q by C. Suppose Q is the charge on the capacitor at any instant t. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ T എന്ന് പറയുന്ന സെക്കൻഡിൽ അല്ലെങ്കിൽ ടൈമിൽ കപ്പാസിറ്ററിലുള്ള ചാർജ് Q ആണെങ്കിൽ ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് Q by C ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് Q by C ആണ്. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചാർജസ് ഇവിടുന്ന് ഫ്ലോ ചെയ്യണം അല്ലേ. ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് റെസിസ്റ്റൻസിൻ്റെ അക്രോസിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ IR എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെസിസ്റ്ററിൻ്റെ അക്രോസും ഉണ്ടാവും അല്ലേ. ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് IR അക്രോസ് ദ റെസിസ്റ്റർ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q by C അക്രോസ് ദി കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യണമെങ്കിൽ ദ സപ്ലൈ വോൾട്ടേജ് മസ്റ്റ് ബി സം ഓഫ് or EMF of the circuit must be sum of the potential drop across the resistor and that is across the capacitor. Okay, നമ്മൾ പറഞ്ഞതാണ് P എന്ന് പറയുന്ന ചാർജിങ് ടെർമിനലിൽ K എന്ന് പറയുന്ന കീയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടായി മാറും. Q by C ആണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് I into R. So the total or the EMF of the resultant EMF of the circuit will be Q by C plus RI. That is ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പ്ലസ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് സപ്ലൈ ചെയ്യുന്ന അപ്ലൈഡ് വോൾട്ടേജ്, അപ്ലൈഡ് EMF. So Q by C in plus R into I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. കറണ്ട് മീൻസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് dQ by dt. അപ്പോൾ ആ റിലേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ E is equal to Q by C plus R into dQ by dt എന്ന് കിട്ടും. ഓക്കെ, ഈ കപ്പാസിറ്റർ നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, ചാർജിങ് ടെർമിനലിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ചാർജ് എന്താണ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത്
അതിൻ്റെ ഒരു മാക്സിമം വാല്യൂലെത്തും. മാക്സിമം വാല്യൂ സപ്പോസ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു Q0. Q0 ആണ് അതിൻ്റെ മാക്സിമം ചാർജ്. കപ്പാസിറ്ററിന് അക്യുമുലേറ്റ് ചെയ്യാവുന്ന മാക്സിമം ചാർജ് Q0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാകുന്ന കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, dQ/dt ആണ്. Q അതിൻ്റെ മാക്സിമം വാല്യൂ എത്തി. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി വാല്യൂ ഓർ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ dQ/dt എന്ന് പറയുന്നത് ആ ഇൻസ്റ്റൻറ്റിൽ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ when the capacitor attains the maximum charge, then at that instant the current dQ/dt is equal to 0, because Q എന്ന് പറയുന്നത് Q0 ആണ്, മാക്സിമം വാല്യൂ ആണ്, ആൻഡ് ദാറ്റ് Q0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ I is equal to 0 എന്ന് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ dQ/dtക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ E is equal to എന്താ കിട്ടുക, Q/C. ഇവിടെ Q എന്ന് പറയുന്നത് മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ Q0 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു E is equal to Q0/C. അപ്പോൾ Eക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, Q0/C എന്ന് കൊടുക്കാം. ദിസ് ഇസ് Q/C ആൻഡ് R ഇൻറ്റു dQ/dt. അപ്പോൾ ഇത് കിട്ടുന്ന കണ്ടീഷൻ നമ്മൾ പ്രത്യേകം നോക്കുക. ചാർജ് മാക്സിമം ആയി കഴിഞ്ഞാൽ Q is equal to Q0 ആയി കഴിഞ്ഞാൽ dQ/dt 0 ആണ്. അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് E is equal to Q0/C. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ Q0/C ഇസ് ഈക്വൽ ടു, Eക്ക് പകരം Q0/C എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു Q/C പ്ലസ് R ഇൻറ്റു dQ/dt. ഓക്കെ, ഇവിടെ Qൻ്റെ ടേം ഒക്കെ ദാറ്റ് ഈസ് ഈ Q/Cയും കൂടിയും Q/C എന്ന് പറയുന്ന ടേം ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ എന്താണ്, Q0/C മൈനസ് Q/C എന്ന് കിട്ടും. അപ്പോൾ കോമൺ ആയിട്ട് 1/C കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/C ഇൻറ്റു Q0 മൈനസ് Q ഇസ് ഈക്വൽ ടു R ഇൻറ്റു dQ/dt എന്നാണ് വരിക അല്ലേ. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ മൈനസ് ആയി. അപ്പോൾ Q0/C മൈനസ് Q/C ഇസ് ഈക്വൽ ടു R ഇൻറ്റു dQ/dt ആണ്. or 1/C ഇൻറ്റു Q0 മൈനസ് Q ഇസ് ഈക്വൽ ടു R ഇൻറ്റു dQ/dt ആണ് വരിക. ആ സീനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ Q0 മൈനസ് Q ഇസ് ഈക്വൽ ടു CR dQ/dt എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി Qൻ്റെ ടേമുകളൊക്കെ ദാറ്റ് ഈസ് Q0 മൈനസ് Q dQ ഒരു സൈഡിലേക്ക് മാറുക. CR ഇൻറ്റു dt, CR/dt എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ dQ/Q0 മൈനസ് Q കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നാൽ ബൈ ആയി അല്ലേ. dQ/Q0 മൈനസ് Q ഇസ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്ററുള്ള സാധനം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നാൽ ന്യൂമറേറ്റർ ആയി dt/CR എന്ന് വരും അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. dt/CR ഇസ് ഈക്വൽ ടു dQ/Q0 മൈനസ് Q എന്നാണ് കിട്ടുക. അത് അവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മാറ്റി എഴുതി എന്നുള്ളൂ. dQ/Q0 മൈനസ് Q ഇസ് ഈക്വൽ ടു dt/CR. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട് ഡിഫറൻസിയേഷൻ ടേമുകളുണ്ട് രണ്ട് സൈഡിലും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റിമൂവ് ദിസ്. ഫോർ ദാറ്റ് ഇൻറ്റഗ്രേറ്റ് ദിസ് ഈക്വേഷൻ ത്രൂ ഔട്ട്. രണ്ട് സൈഡും ഈ ഇക്വേഷൻ 2ൻ്റെ രണ്ട് സൈഡും ത്രൂ ഔട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു Q ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു T ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/xൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം log x ആണെന്നറിയാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു എന്താണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു Q0 ആണോ വിത്ത് റെസ്പെക്ട് ടു Q ആണോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ ഡിയുടെ കൂടെ ഡിഫറൻഷ്യൽ ടേമിൻ്റെ കൂടെ ഉള്ളത് ആരാ, Q ആണ്. വിത്ത് റെസ്പെക്ട് ടു Q ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ Qൻ്റെ സിമ്പിൾ എന്താ, മൈനസ്. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന റിസൾട്ടിൽ എന്ത് വരും, ഒരു മൈനസ് വരും. അപ്പോൾ dQ/Q0 മൈനസ് Qൻ്റെ ഇൻറ്റഗ്രൽ log or minus log Q0 minus Q ആണ് വരിക to the base E. Minus log Q0 minus Q to the base E is equal to 1/CR constant ആണ്, dt യുടെ ഇൻറ്റഗ്രൽ T, that is T/CR plus K, where K is known as the constant of integration. K ആണ് constant of integration. ഓക്കെ, നമ്മൾ LR സർക്യൂട്ടിലൊക്കെ ചെയ്തു. കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്, അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ്, ആ സർക്യൂട്ടിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, when T is equal to 0. സപ്ലൈ നമ്മൾ എക്സ്പെരിമെൻറ്റ് തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പുള്ള സമയം when T is equal to 0, കപ്പാസിറ്ററിലുള്ള ചാർജ് എന്താണ്, ചാർജിങ് നടക്കുന്നില്ല അല്ലേ. അപ്പോൾ T is equal to 0 ആയി കഴിഞ്ഞാൽ Q is equal to എന്താ വരിക, 0 ആണ് വരിക അല്ലേ. അപ്പോൾ when T is equal to 0, Q is equal to 0. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ഈ കണ്ടീഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ Qന് 0 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാക്കി എന്താ ഉണ്ടാവുക, മൈനസ് ലോഗ് Q0 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടു T/CR, T 0 ആണ്, ഈ ടേം ഇല്ല, K. അപ്പോൾ K is equal to മൈനസ് ലോഗ് Q0 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ
സോ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കെ എന്ന് പറഞ്ഞാൽ എന്താ വരിക മൈനസ് ലോഗ് ക്യൂ സീറോ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ കെക്ക് പകരം എന്ത് കൊടുക്കാം മൈനസ് ലോഗ് ക്യൂ സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ലോഗ് ക്യൂ സീറോ മൈനസ് ക്യൂ ടു ദ ബേസ് ഇ ഈക്വൽ ടു ടി ബൈ സി ആർ മൈനസ് ലോഗ് ക്യൂ സീറോ ടു ദ ബേസ് ഇ. ഇവിടെ കെക്ക് പകരം എന്ത് കൊടുത്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, വീണ്ടും ഇവിടെ മൈനസ് അവർ റിമൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് ത്രൂ ഔട്ട് എന്ത് ചെയ്യുക മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു ടി ബൈ സി ആർ എന്നുള്ളത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടി ബൈ സി ആർ ആയി. മൈനസ് ലോഗ് ക്യൂ സീറോ എന്നുള്ളത് പ്ലസ് ലോഗ് ക്യൂ സീറോ ടു ദ ബേസ് ഇ ആയിട്ട് മാറി. ഓക്കെ, നൗ ടേക്ക് ദിസ് ലോഗ് ക്യൂ സീറോ ദാറ്റ് ഈസ് ലോഗരിതമിക് ടേം ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ലോഗ് ക്യൂ സീറോ മൈനസ് ക്യൂ മൈനസ് ലോഗ് ക്യൂ സീറോ പ്ലസ് ലോഗ് ക്യൂ സീറോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നാൽ മൈനസ് ലോഗ് ക്യൂ സീറോ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടി ബൈ സി ആർ. ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി. അപ്പോൾ log q0 minus q by q0 to the base e is equal to minus t by cr എന്ന് അല്ലേ. ലോഗരിതമിക് ടേം പോകണം, എക്സ്പൊണൻഷ്യൽ നാച്ചുറൽ ലോഗരിതമാണ്. സോ നാച്ചുറൽ ലോഗരിതത്തിനെ റിമൂവ് ചെയ്യാൻ മൊത്തം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുത്താണ്. അപ്പോൾ ഇ റേസ് ടു ലോഗ് എന്നുള്ള ടേം വന്നു കഴിഞ്ഞാൽ ഇയും പോവും ലോഗും പോവും അല്ലേ. അപ്പോൾ ലോഗ് ഈ മൊത്തം ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇ റേസ് ടു എക്സ്പൊണൻഷ്യൽ എടുക്കുക. എക്സ്പൊണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ എക്സ്പോണൻറ്റ് ലോഗ് ടു ദ ബേസ് ഇ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എന്താണോ അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ക്യൂ സീറോ മൈനസ് ക്യൂ ബൈ ക്യൂ സീറോ എന്നുള്ളതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്ന് കിട്ടി. ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ. നൗ ക്യൂ സീറോ ഇവിടെ ക്യൂ സീറോ രണ്ടിനും സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ക്യൂ സീറോ ബൈ ക്യൂ സീറോ ഈക്വൽ ടു 1 മൈനസ് ക്യൂ ബൈ ക്യൂ സീറോ എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് ക്യൂ ബൈ ക്യൂ സീറോ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ അല്ലേ. ക്യൂ ബൈ ക്യൂ സീറോനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ക്യൂ ബൈ ക്യൂ സീറോ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്ന് വരും. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്ന് വരും. സോ ദിസ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ ഈസ് നോൺ ആസ് is the instantaneous expression for the charge at a particular instant t. കപ്പാസിറ്ററിൽ ടി എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ എത്ര ചാർജ് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു ക്യൂ സീറോ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സപ്പോസ് സ്മോൾ ടി ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആറിൽ ഈ ടിയുടെ വാല്യൂ സി ആർ ആയിട്ട് മാറിയിരിക്കും. വെൻ ടി ഇസ് ഈക്വൽ ടു സി ആർ എന്താ സംഭവിക്കുക ക്യൂ സീറോ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു സി ആർ ബൈ സി ആർ എന്ന് വരും അല്ലേ. സി ആർ ബൈ സി ആർ എന്ന് 1 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 1 എന്ന് വരും. At that time t is equal to cr, q is equal to q0 into 1 minus e raised to minus 1. That is equal to q is equal to 0.632 times q0 എന്ന് കിട്ടും. 0.632 times q0. That means t യുടെ വാല്യൂ സി ആർ ആവുമ്പോൾ ചാർജ് അതിൻ്റെ മാക്സിമത്തിൻ്റെ 0.632 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ പലതവണ ഇതിനു മുമ്പ് എല്ലാ സർക്യൂട്ടിൻ്റെ സമയത്തൊക്കെ ഡിഫൈൻ ചെയ്തതാണ്. ഓൺ ഗ്രോത്ത് ടൈം ടേക്കൺ ബൈ ദ കപ്പാസിറ്റർ ടു ഗെറ്റ് ചാർജ്ഡ് അപ് ടു 0.632 ടൈംസ് ഓഫ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂവിൻ്റെ 0.632 ടൈം ആവാൻ, സീറോയിൽ നിന്നും 0.632 ടൈം ആവാൻ എത്ര സമയമെടുത്തോ ആ സമയത്തിന് നമ്മൾ പറഞ്ഞതാണ് ടൈം കോൺസ്റ്റൻറ്റ്. ഇവിടെ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി ആ സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ടൈം കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മാത്തമാറ്റിക്കലി ടൈം കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സി ആർ. ടിക്ക് സി ആർ കൊടുക്കുമ്പോഴല്ലേ ഈ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് ടി മാത്തമാറ്റിക്കലി വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ ഇൻ ദ കേസ് ഓഫ് ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ റെസിസ്റ്റർ. ഓക്കെ, ഇനി ചാർജിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ചാർജും കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ഇസ് ഗ്രാജുവലി ഇൻക്രീസിങ് അല്ലേ. നോട്ട് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല, ഗ്രാജുവലി ചാർജ് ഇസ് ഇൻക്രീസിങ്. എന്നാൽ നമുക്ക് എക്സാക്ട്ലി ക്യൂ സീറോ ആയിട്ട് മുട്ടിക്കാൻ പാടില്ല. അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പറയുന്നത് കാരണം എക്സാക്ട്ലി ക്യൂ സീറോ ആവണമെങ്കിൽ ടൈം ടേക്കൺ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് പറയുക. വാട്ട് എവർ മേ ബി നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് ഈ ക്യൂ സീറോ എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് വരെയായിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ടി ഈക്വൽ ടു സി ആർ ഇവിടെ ഇ എന്നല്ല വരേണ്ടത്, ഇവിടെ അവർ കൊടുത്തിട്ടുള്ള പ്രിൻറ്റിങ്ങിലുള്ള എററാണ്. ടി ഇസ് ഈക്വൽ ടു സി ആർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ചാർജിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നത് മാക്സിമം വാല്യൂവിൻ്റെ
മാക്സിമം വാല്യൂ Q0 ആണ്. അതിൻ്റെ 0.632% ആണ്, അല്ലെങ്കിൽ 0.632 ടൈംസ്, നോട്ട് പെർസെൻറ്റേജ്, 0.632 ടൈംസ് മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ 63.2%, മാക്സിമത്തിൻ്റെ 63.2% ആകുന്നത്. ഓക്കെ. ഇനി റേറ്റ് ഓഫ് ഗ്രോത്ത്, ചാർജിൻ്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ Q is equal to, നമ്മൾ Qൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടു, Q0 into 1 minus raised to minus t by CR. റേറ്റ് ഓഫ് ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മെഷർ dQ by dt. dQ by dt ചെയ്യുമ്പോൾ d by dt ഓഫ് Qന് പകരം Q0 into 1 minus raised to minus t by CR അല്ലേ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. Q0 into 1 minus raised to minus t by CR നെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. Q0 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ Q0 പുറത്തേക്ക് എടുക്കാം. 1ൻ്റെ ഡിഫറൻഷ്യൽ 0 ആണ്, മൈനസ് അവിടെ എന്തെങ്കിലും ആവട്ടെ, മൈനസ് ഉണ്ട് അല്ലേ. Q0 എന്നുള്ളത് മൈനസ് Q0 എന്നായിട്ട് മാറി. ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ ഇൻറ്റു മൈനസ് 1 ബൈ സി ആർ എന്ന് വരും. അപ്പോൾ മൈനസ് Q0 ഇൻറ്റു മൈനസ് 1 ബൈ സി ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്ന് വരും അല്ലേ. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ Q0 ബൈ സി ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. Q0 ബൈ സി ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ സി ആർ. സി ആറിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ, സി ആറിൻ്റെ വാല്യൂ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സി ആറിൻ്റെ വാല്യൂ സപ്പോസ് ഇവിടെ ആണെങ്കിൽ മാക്സിമത്തിൽ എത്താൻ എടുക്കുന്ന സമയം പിന്നെയും കൂടും അല്ലേ. ഇപ്പോൾ സി ആറിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കപ്പാസിറ്റർ അതിൻ്റെ മാക്സിമം ചാർജ് അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പല കഴിഞ്ഞ സെഷനിലൊക്കെ എല്ലാ സർക്യൂട്ടിലും നമ്മൾ പറഞ്ഞു, ടൈം കോൺസ്റ്റൻറ്റ് കുറവാണെങ്കിൽ time taken by the capacitor to charge to its maximum will be smaller. Okay, so that is the great topic of charging of a capacitor through a resistor. Thank you.